ഹലോ എവ്രിവൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശബ്ദ തരംഗങ്ങൾ എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു അല്ലേ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ദോലനം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആയതി അല്ലേ, ആയതി എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പീരീഡ് എന്താണെന്നും ആവൃത്തിയും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ പീരിയഡും ആവൃത്തിയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. കുറഞ്ഞ ആയതിയിൽ ഒരു പെൻഡുലം ദോലനം ചെയ്യിപ്പിച്ച് പെൻഡുലത്തിന്റെ പീരിയഡ്, ആവൃത്തി ഇവ കണ്ടെത്തിയാലോ. അതായത് ഇതിനെയാണ് ഒരു പെൻഡുലം സെറ്റപ്പ് എന്ന് പറയാം. അതായത് ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, സ്റ്റാൻഡുമേൽ ഒരു ത്രെഡ് തൂക്കിയിട്ടിട്ടുണ്ട്, ത്രെഡിന്റെ അറ്റത്ത് ഒരു ബോൾ പോലെയുള്ള ഒന്ന് കെട്ടിയിട്ടിട്ടുണ്ട്. ഈ ബോളിനെ നമ്മൾ ബോബ് എന്നാണ് വിളിക്കുക. പിന്നെ എന്താണ്, ഒരു നീളത്തിലാണ് അല്ലെ ഇത് കെട്ടിയിട്ടുള്ളത്. ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് ചെറിയൊരു ആയതിയിൽ ഈ പെൻഡുലം ബോബിനെ എന്ത് ചെയ്യിപ്പിക്കാനാണ് പറഞ്ഞത്? ദോലനം ചെയ്യിപ്പിക്കാനാണ് പറഞ്ഞത്. അതായത് ചെറിയൊരു ആയതിയിൽ ദോലനം ചെയ്യിപ്പിക്കാം. ഒരു ബോബ് ചരടിൽ കെട്ടി സ്റ്റാൻഡിൽ തൂക്കിയിടുക, അതാണ് ഇവിടെ കണ്ടത്. ഈ സംവിധാനമാണ് സിമ്പിൾ പെൻഡുലം. ഇതിനെയാണ് നമ്മൾ സിമ്പിൾ പെൻഡുലം എന്ന് പറയാം. സിമ്പിൾ പെൻഡുലം, മീറ്റർ സ്കെയിൽ, സ്റ്റോപ്പ് വാച്ച് ഇവ ഉപയോഗിച്ച് പരീക്ഷണം പ്രവർത്തനത്തിലൂടെ പട്ടിക 1.1 പൂർത്തിയാക്കുക. അതായത് ഇത് നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് ചെയ്യാനായിട്ട് പറ്റൂല, പക്ഷെങ്കിൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ റിസൾട്ട് കിട്ടേണ്ടത് അത് നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്ന് ഇപ്പം നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പെൻഡുലത്തിൻ്റെ നീളം എല്ല് അല്ലേ. പെൻഡുലത്തിൻ്റെ നീളം 25, അതായത് ഇതിൻ്റെ ഈ ഒരു നൂല് പോലെ ഇല്ലേ, ഇതിൻ്റെ നീളമാണ് പറഞ്ഞിട്ടുള്ളത് 25 സെൻറ്റിമീറ്റർ. പിന്നെ എന്താണ് 60 സെൻറ്റിമീറ്റർ. പിന്നെ എന്താണ് 100 സെൻറ്റിമീറ്റർ. അതാണ് പെൻഡുലത്തിൻ്റെ നീളം തന്നിട്ടുള്ളത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പെൻഡുലത്തിൻ്റെ നീളം 25 സെൻറ്റിമീറ്റർ വെച്ചതിന് ശേഷം ഇത് ചെറിയൊരായതിയിൽ എന്ത് ചെയ്യിപ്പിക്കുക? ദോലനം ചെയ്യിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? 10 ദോലനം കംപ്ലീറ്റ് ആവാൻ എത്ര സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു കള്ളിയിൽ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് എന്തായാലും ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് പറ്റൂല. അതുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ ഏകദേശം 10 ദോലനം കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടെ ഏകദേശം 1 സെക്കൻഡും 60 സെൻറ്റിമീറ്റർ നീളമുള്ളപ്പോൾ ഏകദേശം 2 സെക്കൻഡും 100ൻ്റെ ആണെങ്കിൽ ഏകദേശം 3 സെക്കൻഡും ഞാൻ ജസ്റ്റ് എടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു വാല്യൂ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കള്ളി നോക്കാം. ഈ ഒരു കള്ളിയിൽ എന്താ ഉള്ളത്? പീരിയഡ് അല്ലേ. പീരിയഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആകെ സമയം എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്? ദോലനങ്ങളുടെ എണ്ണം. ഇവിടെ ആകെ സമയം എത്രയാ? ആകെ സമയം ഒന്നാമത്തെ കേസിൽ അതായത് 25 സെൻറ്റിമീറ്ററിൻ്റെ ആണ് നമ്മൾ പറയുന്നത്. സമയം എത്രയാണുള്ളത്? 1 സെക്കൻഡ് ആണ് അല്ലേ. പീരീഡ് എങ്ങനെയാ കാണുക? പീരിയഡ് എന്തായിരുന്നു? ടി ആണ് അല്ലേ. ടി ഈസ് ഈക്വൽ ടു എന്താ? ആകെ സമയത്തിന് എന്തിനെ കൊണ്ടാണ് നമ്മൾ ഹരിക്കേണ്ടത്? ദോലനങ്ങളുടെ എണ്ണം. ആകെ സമയം എത്രയാ? 1 അല്ലേ. 1 ഡിവൈഡഡ് ബൈ എത്രയാ ദോലനമുള്ളത്? 10 അല്ലേ. ബൈ 10. ആൻസർ എത്രയാ നമുക്ക് കിട്ടുക? 1/10 എത്രയാ? 0.1 അല്ലേ. 0.1. ഇനി രണ്ടാമത്തെ എത്രയാ? 60 സെൻറ്റിമീറ്ററിൻ്റെ. 60 സെൻറ്റിമീറ്ററിൻ്റെ ടി എങ്ങനെയാ കാണുക? ആകെ സമയത്തിന് എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക? ദോലനങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആകെ സമയം ഇവിടെ എത്രയാണ്? 2 സെക്കൻഡ് അല്ലേ. 2 ഡിവൈഡഡ് ബൈ 10 എത്ര നമുക്ക് കിട്ടുക? 2/10 ഈക്വൽ ടു 0.2. ഇനി എന്താ? 100ൻ്റെത് കാണാം. 100 സെൻറ്റിമീറ്ററിൻ്റെത് ടി ഈസ് ഈക്വൽ ടു ആകെ സമയത്തിന് എത്ര ദോലനമുണ്ട് എന്നുള്ളതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര ആൻസർ കിട്ടുക? 0.3 എന്ന് കിട്ടും അല്ലേ. 0.3 എന്ന് കിട്ടും. അപ്പം ഇവിടെ എന്താ ആൻസർ വരിക? 0.1 അല്ലേ. 0.1 വരും. ഇവിടെ എന്താ വരിക? 0.2 വരും. ഇവിടെ 0.3 വരും അല്ലേ. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി എന്താ ഉള്ളത്?
ആവൃത്തി കാണണം. എന്താ കാണേണ്ടത്? ആവൃത്തി. ആവൃത്തി എന്തായിരുന്നു? ദോലനങ്ങളുടെ സമയത്തിന് ദോലനങ്ങളുടെ എണ്ണത്തിന് സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവൃത്തി എന്താണെന്ന് അല്ലെ. ആവൃത്തി എന്തായിരുന്നു? ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ ഉണ്ട് എന്നുള്ളതായിരുന്നു നമ്മളുടെ ആവൃത്തി കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെ. ഇവിടെ നമുക്ക് കാണാം എത്ര ദോലനങ്ങളാണ് ഉള്ളത്. ദോലനങ്ങൾ എത്രയാ ഉള്ളത്? 10 അല്ലെ. 10 ദോലനങ്ങളുണ്ട്. സമയം എത്ര എടുത്തിട്ടുള്ളത്? 1 അല്ലെ. സമയം 1. അപ്പൊ എത്രയാ കിട്ടുക? 10 അല്ലെ. 10. ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ എന്താണ്? ദോലനം എത്ര ഇവിടെ ഉള്ളത്? അതും 10 തന്നെയാണ് അല്ലെ. 10 ഡിവൈഡഡ് ബൈ സമയം എത്രയാ? 2 ഈക്വൽ ടു എത്ര വരും? 5 വരും അല്ലെ. ഇനി ലാസ്റ്റ് വൺ നോക്കാം. ദോലനം എത്ര ഉള്ളത്? 10 ഡിവൈഡഡ് ബൈ സമയം എത്രയാ? 3. 10/3 എത്രയാ? ഏകദേശം 3.33 എന്ന് വരും. അപ്പൊ നമുക്കിവിടെ എഴുതാലോ ആവൃത്തി. ഇവിടെ എത്രയാ വന്നേ? 10. ഇവിടെ എന്ത് വരും? 5 അല്ലേ. ഇവിടെ 5 വരും. 5. ഇതൊന്ന് ഞാൻ മാറ്റി എഴുതുന്നുണ്ട്, ഒരു മിനിറ്റ്. നമുക്ക് ഇവിടെ എത്രയായിരുന്നു സെക്കൻഡ്? 1, 2, 3. ഇവിടെ എത്രയാണ്? 0.1, 0.2, 0.3. ഇവിടെ എത്ര കിട്ടിയിട്ടുള്ളത്? 10, 5, 3.33. ഓക്കെ, 3.3. അപ്പം നിങ്ങളിവിടെ നോക്ക്. ഇവിടെ ശ്രദ്ധിച്ചോളൂ. പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തിയിൽ എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത്? ഇവിടെ ശ്രദ്ധിക്കേ. ഇവിടെ പെൻഡുലത്തിന്റെ നീളം കൂടിക്കൂടി വരുന്നതാണ് അല്ലെ. നീളം കൂടിക്കൂടി വരുന്നത്. അപ്പൊ ഈ ആവൃത്തിക്ക് എന്താ സംഭവിക്കുന്നേ? നീളം കൂടിക്കൂടി വരുമ്പോൾ ആവൃത്തി എന്താ ചെയ്യുന്നത്? കൂടുന്നാണോ അല്ലെ കുറയാണോ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? നീളം കൂടുമ്പോൾ ആവൃത്തി എന്താ സംഭവിക്കുന്നത്? കുറയുന്നു അല്ലെ. കുറയുന്നു. 10ൽ നിന്ന് 3.3 കുറയുന്നു. അപ്പോൾ പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. എന്താണ്? പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. അതായത് നീളം അല്ലേ. എല്ല് കൂടുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? ആവൃത്തി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ആവൃത്തി കുറയുന്നു. പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് എന്താ ചെയ്യുന്നത്? കുറയുന്നു അല്ലെ. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുകയാണ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാർക്ക് ചെയ്ത് വെച്ചോട്ടാ. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി പീരിയഡും ആവൃത്തിയും തമ്മിലുള്ള ബന്ധം എന്താണ്? പീരിയഡും ആവൃത്തിയും. പീരിയഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതേനും ലെറ്റർ ടി അല്ലെ. ആവൃത്തിയോ എഫ്. ഈ ടിയും എഫും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് നോക്കുന്നത്. അതായത് പീരിയഡും ടിയും എഫും തമ്മിലുള്ള ബന്ധമാണ് ഇത്. എന്താണ്? എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1/t ആണ്. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1/t ആണ് എഫ്. ആവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1/പീരിയഡ് ആണ്. 1/പീരിയഡ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യാനായിട്ട് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം ഇത് ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചു. അതായത് എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1/t ആണ്. ഇവിടെ എങ്ങനെയുള്ളത്? എഫ് കൂടുമ്പോൾ ടി കുറയും അല്ലേ. എന്നുള്ളത് എഫ് കൂടുകയാണെങ്കിൽ ടി എന്താ ചെയ്യുക? കുറയും അല്ലേ. അതുപോലെ എഫ് കുറയുകയാണെങ്കിൽ ടി എന്താ ചെയ്യുക? കൂടും അല്ലേ. ഒരു ഇൻവേഴ്സ് ആയിട്ടല്ലേ ഇവരുള്ളത്. അതായത് നേരെ അല്ലാലും ഉള്ളത്. ഒന്ന് കൂടുമ്പോൾ മറ്റേ കുറയാണ് ചെയ്യുന്നത്. എഫ് ഈസ് ഈക്വൽ ടു 1/t. ആവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1/പീരിയഡ് ആണ്. ഇത് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഇപ്പൊ തന്നെ. ശബ്ദവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾക്ക് ട്യൂണിംഗ് ഫോർക്കുകൾ ഉപയോഗിച്ചിരുന്നില്ലേ? ട്യൂണിംഗ് ഫോർക്കിലെ രേഖപ്പെടുത്തൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിവിധ ട്യൂണിംഗ് ഫോർക്കുകൾ നിരീക്ഷിച്ച് അവ ഓരോന്നിലെയും രേഖപ്പെടുത്തൽ എന്തൊക്കെയാണെന്ന് യൂണിറ്റ് സഹിതം കുറിക്കുക. എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് ട്യൂണിംഗ് ഫോർക്ക് അറിയാവോ? ട്യൂണിംഗ് ഫോർക്ക് എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ ഉണ്ടാവും അല്ലേ.
നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ എന്താ ഇങ്ങനെയാണ് ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ടാവുക. ഈ ഒരു രണ്ട് ഭാഗത്താണ് എന്ത് സംഭവിക്കുക, നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടുകയോ അല്ലെങ്കിൽ ബെഞ്ചിലങ്ങാൻ മുട്ടുകങ്ങാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗവും ഇങ്ങനെ ദോലനം ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കേൾക്കും അല്ലേ? കേൾക്കാനും പറ്റും, ചെറുതായിട്ട് കാണാനും പറ്റും അല്ലേ? ഈ ഒരു സംഭവമാണ് ട്യൂണിംഗ് ഫോർക്ക് കേട്ടോ, ട്യൂണിംഗ് ഫോർക്ക്. ഈ ട്യൂണിംഗ് ഫോർക്കിൽ പല ആവൃത്തി ഉണ്ടാവും. അതായത് ഇതിൻ്റെ ആവൃത്തി ചിലപ്പം 256 ഹെർട്സ് ആയിരിക്കും. പിന്നെ വേറൊരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. ഈ ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ ആവൃത്തി ഇതായിരിക്കണമെന്നില്ല. കാരണം എന്താ, ഓരോരോ ട്യൂണിംഗ് ഫോർക്കിലും ഈ ഒരു ഭാഗമില്ലേ, ഈ പിടിക്കുന്ന ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എത്രയാണ് അതിൻ്റെ ആവൃത്തി എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറേ ട്യൂണിംഗ് ഫോർക്ക് ഉണ്ടാവും, പല ആവൃത്തിയുള്ള ട്യൂണിംഗ് ഫോർക്കുകൾ ഉണ്ടാവും. സോറി കേട്ടോ. അപ്പം എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്തൊക്കെ ഇവിടെ ഉണ്ട് അവ ഓരോന്നിലെയും രേഖപ്പെടുത്തൽ ഏതൊക്കെയാണെന്ന് യൂണിറ്റ് സഹിതം കുറിക്കുക. എന്താ പറഞ്ഞിട്ടുള്ളത്, കുറേ ട്യൂണിംഗ് ഫോർക്കുകൾ ഉണ്ടാവും. അതിൽ ഓരോന്നിലും ഓരോ വാല്യൂസ് ആയിരിക്കും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. അത് ഹോംവർക്കായിട്ട് തന്നതാണ് ഞാൻ. ഓക്കെ, ഇനി നോക്കാം. ട്യൂണിംഗ് ഫോർക്കിലെ രേഖപ്പെടുത്തലും അതിൻ്റെ കമ്പനങ്ങളുടെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താ ചോദിച്ചിട്ടുള്ളത്, ട്യൂണിംഗ് ഫോർക്കിൽ എത്രയോ ഒരു നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അതും പിന്നെ കമ്പനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ, വൈബ്രേഷൻ അല്ലേ? അതും വൈബ്രേഷനും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ട്യൂണിംഗ് ഫോർക്കിലെ രേഖപ്പെടുത്തൽ ആ ട്യൂണിംഗ് ഫോർക്കിന്റെ ആവൃത്തിയെ സൂചിപ്പിക്കുന്നു. എന്താണ് അത് ചോദിക്കൂ കേട്ടോ. എന്താ ചോദിക്കുക, ട്യൂണിംഗ് ഫോർക്കിലെ രേഖപ്പെടുത്തൽ ആ ട്യൂണിംഗ് ഫോർക്കിന്റെ എന്തിനാ സൂചിപ്പിക്കുന്നത്, ആവൃത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്തിനാ സൂചിപ്പിക്കുന്നത്, ആവൃത്തി, എഫിനെയാണ് സൂചിപ്പിക്കുന്നത്. വ്യത്യസ്ത ആവൃത്തിയുള്ള ട്യൂണിംഗ് ഫോർക്കുകൾ ഒരേ രീതിയിൽ ഉത്തേജിപ്പിച്ച് ശബ്ദം ശ്രവിക്കും. എന്താ പറഞ്ഞിട്ടുള്ളത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ ടൈപ്പ് ട്യൂണിംഗ് ഫോർക്ക് ഉണ്ടാവും അല്ലേ? കുറേ തരം ട്യൂണിംഗ് ഫോർക്ക് ഉണ്ടാവും. എല്ലാത്തിൻ്റെയും ട്യൂണിംഗ് ഫോർക്ക്, ഈ ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഒക്കെ ആവൃത്തി എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും അല്ലേ? അപ്പം ഇതിനെ കമ്പനം ചെയ്യിപ്പിച്ചാലും ഇതിനെ കമ്പനം ചെയ്യിപ്പിച്ചു കഴിഞ്ഞാലും നമ്മൾ വ്യത്യസ്തമായ എന്താണ് കേൾക്കുക, സൗണ്ടാണ് കേൾക്കുക. അങ്ങനെ വ്യത്യസ്തമായ സൗണ്ട് കേൾക്കാൻ കാരണം എന്താ, ഓരോന്നിൻ്റെയും എന്ത് മാറ്റമാണ്, ആവൃത്തി മാറ്റമാണ്, എഫ് മാറ്റമാണ്. ഇതിൻ്റെ പോലെ ആയിരിക്കൂല ഇതിൻ്റെ പോലെ ആയിരിക്കൂല ഇതിൻ്റെ. അതായത് എഫ് മാറ്റമുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോന്നിനെയും കമ്പനം ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ ശബ്ദം കേൾക്കുന്നത്. വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ട് അല്ലേ? ഉണ്ട്. അവ ഓരോന്നിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ആവൃത്തി ശ്രദ്ധിക്കും. ഇവിടെ അനുഭവപ്പെട്ട ശബ്ദ വ്യത്യാസത്തിനു കാരണം ആവൃത്തിയിലുള്ള വ്യത്യാസമാണല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് സൗണ്ട് പല രീതിയിലാണ് കേൾക്കുന്നത് അല്ലേ? ഇതുപോലെ ആയിരിക്കില്ല ഇതിൽ കേൾക്കുക. അതിൻ്റെ കാരണം എന്താണ്, ആവൃത്തിയിലുള്ള വ്യത്യാസമാണ്. ഓരോ ട്യൂണിംഗ് ഫോർക്കും സ്വതന്ത്രമായി കമ്പനം ചെയ്യുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര തവണ കമ്പനം ചെയ്യുന്നത് എന്നത് ICT സാധ്യത, ഓഡിയോ ഫ്രീക്വൻസി കൗണ്ടർ ഉപയോഗപ്പെടുത്തി കണ്ടെത്തുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിപ്പിച്ചാൽ അത് അതിൻ്റെ തനതായ ആവൃത്തിയിൽ ആയിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി. മനസ്സിലായോ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ ഞാൻ ഒരു വസ്തുവിനെ എടുത്ത് ഇങ്ങനെ ഈ ഒരു ഷേപ്പുള്ള വസ്തുവാണെന്ന് വിചാരിക്കുക. ഈ ഒരു വസ്തുവിനെ സ്വന്തമായിട്ട് കമ്പനം ചെയ്യാൻ എന്തുണ്ടാവും, കഴിവുണ്ടാവും അല്ലേ? ഇതിന് തനതായിട്ട് എന്തുണ്ടാവും, ഒരു ആവൃത്തി ഉണ്ടാവും. ആ ആവൃത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്വാഭാവിക ആവൃത്തി. എന്താ സ്വാഭാവിക ആവൃത്തി? നമ്മൾ ഈ ഒരു വസ്തുവിന് നമ്മളൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചിനെന്ന് വിചാരിക്കും. ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഇതിനെന്തുണ്ടാവും, തനതായിട്ട്, ഇതിന് സ്വതന്ത്രമായി കമ്പനം ചെയ്യുമ്പോൾ അതിന് തനതായ എന്തുണ്ടാവും, ഒരു ആവൃത്തി ഉണ്ടാവും. തനതായിട്ട്
ഒരു ആവൃത്തി ഉണ്ടാവും. ആ ആവൃത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വാഭാവിക ആവൃത്തി. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ തനതായ ആവൃത്തിയിൽ ആയിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി, നാച്ചുറൽ ഫ്രീക്വൻസി. വെറുതെ വെച്ചിന്, അതായത് ഞാൻ പുറമേ നിന്ന് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഒന്നും ചെയ്യാണ്ട് തന്നെ ഇതിനെന്തുണ്ടാവും? ഒരു ആവൃത്തി ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവും? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഓരോരുത്തർക്ക് ഓരോരോ കഴിവുണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെ ഓരോരുത്തർക്ക് അവരുടേതായിട്ട് ഉള്ളിലൊരു എന്തുണ്ടാവും? ആവൃത്തി ഉണ്ടാവും. അങ്ങനെ തനതായിട്ടുള്ള ആവൃത്തിനെയാണ് സ്വാഭാവിക ആവൃത്തി എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നോക്കാം ഇതെന്താണെന്ന്. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. എന്താണ് ഇത്? ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. എന്താ? ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. സ്വാഭാവിക ആവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു വസ്തുവിനെ പുറമേ നിന്ന് ഒന്നും ചെയ്യാണ്ട് അത് സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യുമ്പോൾ അതിന് തനതായ ഒരു ആവൃത്തി ഉണ്ടാവും അല്ലേ? ആ ആവൃത്തിനെയാണ് സ്വാഭാവിക ആവൃത്തി എന്ന് പറയാം. അപ്പൊ ഈ ഒരു ആവൃത്തി, സ്വാഭാവിക ആവൃത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? വസ്തുവിൻ്റെ നീളം, പിന്നെയോ വലുപ്പം, പിന്നെ ഇലാസ്തിക. എന്താ? ഇലാസ്തിക. പിന്നെ എന്താണുള്ളത്? പദാർത്ഥത്തിന്റെ സ്വഭാവം. എന്താ? 4 പഠിച്ചിട്ടുണ്ട്, 4. എന്താ? വസ്തുവിൻ്റെ നീളം. പിന്നെ എന്താ? വസ്തുവിൻ്റെ വലുപ്പം. പിന്നെ ഇലാസ്തികത, പദാർത്ഥത്തിന്റെ സ്വഭാവം. ഇതിനെയൊക്കെയാണ് ആര് സ്വാധീനിക്കുന്നത്? സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഈ 4. അപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കുമായിരിക്കും, സ്വാഭാവിക ആവൃത്തി എന്നാൽ എന്ത് എന്ന് ചോദിക്കും. സ്വാഭാവിക ആവൃത്തി എന്നാൽ എന്താണ്? ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി. പിന്നെ ചോദിക്കും, ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കും. ഏതൊക്കെയാണ്? വസ്തുവിൻ്റെ നീളം, വസ്തുവിൻ്റെ വലുപ്പം, ഇലാസ്തികത, പദാർത്ഥത്തിന്റെ സ്വഭാവം. ഇതൊക്കെയാണ് എന്തെന്ന്? ഒരു സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും മതി. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്ക് നോക്കാം. അതുവരേക്ക് എന്താണ്? എല്ലാ പോർഷൻസും ഇതുവരെ എടുത്തതൊക്കെ നന്നായിട്ട് പഠിച്ച് റെഡിയായിരിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു.